നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുന്നു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. വെള്ളറക്കാട് കിടപ്പ് രോഗിയായ വയോധികയെ കടിച്ചുകൊന്ന തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആറാട്ടുപുഴ പൂരത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ജില്ലാ ഭരണകൂടം. ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദ ഷേണായിയാണ് മരിച്ചത്. കടപ്പുറം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കടപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഷ്കർ അലി ജലസേചന വകുപ്പ് ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ ജില്ലയിൽ 25% ഹോട്ടലുകൾ അടച്ചുപൂട്ടി. 800ഓളം ഹോട്ടലുകളുള്ള തൃശൂർ നഗരപരിധിയിലും പരിസര പ്രദേശങ്ങളിലുമായി 40-ലധികം ഹോട്ടലുകൾ പൂട്ടി. അവശേഷിക്കുന്ന ഹോട്ടലുകളിൽ ഞായറാഴ്ച വരെ പ്രവർത്തിക്കാനുള്ള പാചകവാതക സിലിണ്ടറുകൾ മാത്രമാണ് പലയിടത്തുമുള്ളത്. ഹോട്ടലുകളിൽ വിഭവങ്ങൾ വെട്ടിച്ചുരുക്കുകയും പ്രവർത്തന സമയം കുറയ്ക്കുകയും ചെയ്തു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടയ്ക്കുന്നതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും നിത്യേന ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ആളുകളും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. കാറ്ററിംഗ് സർവീസ് നടത്തിപ്പുകാരും കടുത്ത ആശങ്കയിലാണ്. മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിക്കുന്നത് നിർത്തി. LPG ക്ഷാമത്തെ തുടർന്ന് വാതക ശ്മശാനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. പാറമേക്കാവ്, ശാന്തിഘട്ട്, വടൂക്കര, കുരിയച്ചിറ എന്നിവിടങ്ങളിലെ വാതക ക്രിമിറ്റോറിയത്തിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ അടുപ്പിന് ആവശ്യക്കാരേറുന്നു. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ് കൂടുതലായും ഇൻഡക്ഷൻ അടുപ്പ് വാങ്ങിക്കുവാൻ എത്തുന്നത്. മറ്റൊരു സാഹചര്യവും ഇല്ലാത്തതിനാലാണ് ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങളൊക്കെ 100% ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നവർക്ക് ഇപ്പൊ ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഡെയിലി ന്യൂസിൽ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്ലാറ്റിൽ ഇരിക്കുന്നവർക്ക് വേറെ ഓൾട്ടർനേറ്റ് ഒരു സംവിധാനവും ഇല്ല, വിറകോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല. പലർക്കും ഗ്യാസ് കിട്ടാൻ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. ഗ്യാസ് ബുക്കിംഗ് ചെയ്താൽ ലഭിക്കാൻ ദിവസങ്ങളെടുക്കും. ഇൻഡക്ഷൻ അടുപ്പ് ഉപയോഗിച്ചാൽ വൈദ്യുതി ബില്ല് വർദ്ധിക്കും എന്ന ആശങ്കയും വീട്ടമ്മമാർക്കുണ്ട്. എന്നിരുന്നാലും മറ്റു മാർഗം ഇല്ലാത്തതിനാൽ ഈ മാർഗം സ്വീകരിക്കുന്നുവെന്ന് ഇവർ പറയുന്നു. നിലവിൽ ഇൻഡക്ഷൻ അടുപ്പ് ഉണ്ടെങ്കിലും സ്റ്റോക്ക് തീർന്നാൽ കിട്ടാത്ത അവസ്ഥ വന്നേക്കാമെന്ന് വ്യാപാരികൾ പറയുന്നു. TCV ന്യൂസ്, ചാവക്കാട്. പാചകവാതക പ്രതിസന്ധിയിൽ സാധാരണക്കാരുടെ ആശ്രയമായ കുന്നംകുളത്തെ സുഭിക്ഷ ഹോട്ടലിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. തുച്ഛമായ തുകയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ആരംഭിച്ച സുഭിക്ഷ ജനകീയ ഹോട്ടലിന് ഏത് നിമിഷവും താഴ്വീഴാം. ഉച്ചഭക്ഷണത്തിന് പുറമെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചായയും പലഹാരങ്ങളും വിപണനം നടത്തിയിരുന്ന സ്ഥാപനത്തിൽ വ്യാഴാഴ്ച മുതൽ ഉച്ചയൂണ് മാത്രമാണ് വിളമ്പുന്നത്. പ്രതിമാസം 70 സിലിണ്ടർ ഗ്യാസ് ഇവിടെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഗ്യാസിന് ക്ഷാമം നേരിട്ടതോടെ ജീവനക്കാരുടെ ജോലിയെയും ബാധിക്കുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സുഭിക്ഷ ഹോട്ടൽ കോവിഡ് കാലഘട്ടത്തിൽ പോലും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് കോർഡിനേറ്റർ C. അനിത പറഞ്ഞു. പാചകവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ വിറക് ഉപയോഗിച്ചാണ് ഇപ്പോൾ പാചകം നടത്തുന്നത്. വിറകുപയോഗിച്ച് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. TCV ന്യൂസ്, കുന്നംകുളം. പിടിച്ചു നിൽക്കാൻ സാമ്പാറും ചിക്കനും വിറകടുപ്പിലേക്ക് മാറ്റി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ കലവറ ജനകീയ ഹോട്ടൽ. ഈ സ്ഥിതി തുടർന്നാൽ തിങ്കളാഴ്ചയോടെ ഹോട്ടൽ അടയ്ക്കേണ്ടി വരും. ഗ്യാസ് ഇല്ലാതായപ്പോൾ ചായയും പുട്ടും ഓംലറ്റും ഉപേക്ഷിച്ചു. അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ചോറ് 30 രൂപ നിരക്കിൽ കൊടുത്താൽ മിച്ചമായി ഒന്നും ഉണ്ടാകില്ല. ഇപ്പോഴുള്ള ഗ്യാസ് തിങ്കളാഴ്ചയോടെ കഴിയുന്ന അവസ്ഥയാണ്. കൂടുതൽ ദിവസത്തേക്ക് ലഭിക്കുന്നതിനായാണ് ചില കറികൾ വിറകടുപ്പിലേക്ക് മാറ്റിയത്. കുടുംബശ്രീയിലെ 4 പേരാണ് കലവറ ജനകീയ ഹോട്ടൽ നടത്തുന്നത്. ഈ ഹോട്ടലോട്ട് ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്കിപ്പോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ചായ നിർത്തുകയാണ്, ഓംലേറ്റ് നിർത്തുകയാണ്, പിന്നെ പുട്ട് നിർത്തുകയാണ്, പിന്നെ ഇഡ്ഡലി മാത്രം പോകണമെങ്കിൽ ചായ വേണം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പൊ വിറക് കൊണ്ട് നമ്മൾ ഇന്ന് സാമ്പാർ, ചോറ് എല്ലാം വിറകിലാക്കി. വിറകിലാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് 2 ദിവസം പോകണം. ഈ തിങ്കളാഴ്ച കൂടി ഒരുമാതിരി നിർത്താനുള്ള മട്ടിൽ നമ്മൾ പോണത്. പൊയ്യയിലെ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മ നടത്തുന്ന അമ്മ ഹോട്ടലിൽ ഇപ്പോൾ എല്ലാം വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യ സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഗ്യാസ് ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. ഈ നിലയിൽ ഒരാഴ്ച കൂടി മുന്നോട്ട് പോകാൻ കഴിയും. ചായക്കടകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തന സമയം ചുരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പല ഹോട്ടലുകളും അടച്ചിടേണ്ടി വരുമെന്ന അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള.
പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പരാജയപ്പെട്ടുവെന്നാരോപിച്ച് മന്ത്രിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ ജി പിഷാരടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ, ട്രഷറർ PB ആരിഫ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് PH റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക ക്ഷാമം ഇല്ലാതാക്കി വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകർ മാള BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. M രാജേഷ്, TK സന്തോഷ്, KV ഉണ്ണികൃഷ്ണൻ, CS രഘു, VM വത്സൻ, അരുൺ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് LPG സിലിണ്ടറുമായി LDF പ്രവർത്തകർ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, LDF കൺവീനർ PK സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പുരോഗിയായ വയോധികയെ വീടിനകത്ത് കയറി കടിച്ചുകൊന്ന തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് വയോധിക മരിക്കാൻ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. കാർത്യായനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിക്കുകയായിരുന്നു. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്യായനി തൽക്ഷണം മരിച്ചു. കാലിൽ കടിയേറ്റ മകൻ ദേവദാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണകാരിയായ തെരുവുനായയെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് വെള്ളർക്കാട് പള്ളിക്ക് സമീപം വെച്ച് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടെ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈക്ക് നേരിയ പരിക്കേറ്റു. പിടികൂടിയ നായ പിന്നീട് ചത്തു. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. അതിനിടെ കാർത്യായനിയുടെ മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള നായയുടെ കടിയേറ്റ മൂലമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. കാർത്യായനിയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. TCV ന്യൂസ്, എരുമപ്പെട്ടി. 84-കാരിയെ തെരുവുനായ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുങ്ങി വെള്ളറക്കാട് ഗ്രാമം. കൊല്ലൻപടിയിൽ ഇന്നലെ സന്ധ്യയോടെയാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുൻപ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്യായനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളുമുണ്ട്. ഇന്നലെ വൈകിട്ട് 5:30 തൊട്ടടുത്ത് താമസിക്കുന്ന കാർത്യായനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ ആക്രമിച്ചിരുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചു തന്നെ വയോധിക മരിച്ചിരുന്നു. ആക്രമണകാരിയായ വലിയ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വയോധികയെ ആക്രമിച്ച ശേഷം നായ തൊട്ടടുത്തുള്ള വീട്ടിലെ വളർത്തുനായയെയും കുറച്ചപ്പുറത്ത് വീടിനു മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ തെരുവുനായ്ക്കൾ മാംസം ഭക്ഷിക്കാനെത്തുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു.
TCV ന്യൂസ്, എരുമപ്പെട്ടി. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ആക്രമണമുണ്ടായ സംഭവത്തിൽ തെരുവുനായ്ക്കളെ വന്ധീകരിക്കുവാനും മാറ്റിപ്പാർപ്പിക്കുവാൻ ഷെൽട്ടർ നിർമ്മിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സയ്ക്കും മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. അങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ആ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ തെരുവുനായകളെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടർ അടക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സമഗ്രമായ പദ്ധതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 ശേഷം ആ പദ്ധതി കുറ്റമറ്റ രൂപത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. ആറാട്ടുപുഴ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. ഘടകപൂരങ്ങൾ എത്തിച്ചേരുന്ന വഴികളിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആചാരമനുസരിച്ച് പൂരം നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്ന് വകുപ്പുകൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും മന്ത്രി നിർദ്ദേശം നൽകി. പൂരത്തിനെത്തുന്ന ആനകളുടെയും പാപ്പാന്മാരുടെയും ഫിറ്റ്നസ് നടപടിക്രമങ്ങൾ കൃത്യതയോടെ നടപ്പിലാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിനോട് മന്ത്രി നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ KK രാമചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് R രവീന്ദ്രൻ, റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, ADM R മനോജ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ഈ മാസം 24, 29, 30 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് 100 മീറ്റർ ചുറ്റളവിൽ വീടുകളുള്ളതും മുൻവർഷങ്ങളിൽ നടന്ന വെടിക്കെട്ടിനെ തുടർന്ന് സമീപത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുമായ പശ്ചാത്തലത്തിലാണ് വെടിക്കെട്ടിനുള്ള അപേക്ഷ നിരസിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് വേണാട് എക്സ്പ്രസിൽ നിന്നും പുഴയിലേക്ക് വീണത്. സ്കൂബ ടീം മണിക്കൂറുകൾ തെരച്ചിൽ നടത്തിയാണ് പടിഞ്ഞാറെ ചാലക്കുടിയിലെ കടുങ്ങാപ്പുഴ കടവ് പരിസരത്തു നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. അങ്കമാലിയിലെ കരയാമ്പറമ്പിലെ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അച്യുതാനന്ദ ഷേണായി നാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കടപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 11ാം വാർഡ് മെമ്പറുമായ PA അഷ്കർ അലിയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ 200ഓളം കുടുംബങ്ങൾ മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സമരം നടത്തേണ്ടി വന്നതെന്ന് അഷ്കർ അലി പറഞ്ഞു. 2 മണിക്കൂറോളം നേരത്തെ കുത്തിയിരിപ്പിനൊടുവിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ആശ്രയിച്ചാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാർഡ് മെമ്പർ ആയതിനു ശേഷം നിരവധി തവണ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, എക്സി ഉൾപ്പെടെയുള്ളവരെ നിരന്തരം കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് ചോദിക്കുമ്പോഴും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം വന്ന് പൈപ്പുകളുടെ വർക്ക് ചെയ്യാം എന്ന് ആണ് AE ഉൾപ്പെടെ ഓവർസിയർ ഉൾപ്പെടെ പറയുന്നത്. ഇതിന്റെ വർക്കറെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ആ പരാതി നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തില് വളരെ ഈ പൊതുജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സൂചന എന്ന നിലക്കാണ് ഈ സമരം. നഴ്സുമാർ നടത്തുന്ന സമരത്തിന് മനുഷ്യാവകാശ സംഘടനയായ HRPM-ഉം സാംസ്കാരിക വേദിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പുതുക്കാട് സെന്ററിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് സാംസ്കാരിക പ്രവർത്തക KH ആബിദ ഉദ്ഘാടനം ചെയ്തു. വർഗീസ് തെക്കേതല അധ്യക്ഷത വഹിച്ചു. HRPM ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, പഞ്ചായത്ത് അംഗങ്ങളായ സിജു പയ്യപ്പള്ളി, ജോയ് മഞ്ഞളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, കുമാരൻ പോറ്റിക്കര, ബൈജു കൊരേച്ചാൽ, അനിത സന്തോഷ്, ബിനു മാന്നാമംഗലം എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ അതിഥി തൊഴിലാളിയെ ഭാര്യയും കാമുകനും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി തിങ്കളാഴ്ച വിധി പറയും. ചേർപ്പ് പാറക്കോവിലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി മൻസൂർ മാലിക്കാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ ഭാര്യ രേഷ്മ ബീവി, കാമുകൻ ബീരു എന്നിവരാണ് പ്രതികൾ. 2021 ഡിസംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരിങ്ങാലക്കുട പുല്ലൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തോക്കെത്തിച്ചു നൽകിയ 2 പേരെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു.
വടക്കാഞ്ചേരി മംഗലം കാലായിൽ വീട്ടിൽ ജസ്റ്റിൻ മാത്യു, ഇടുക്കി സ്വദേശി തറപ്പേൽ വീട്ടിൽ റീഗൻ ജോസഫ് എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. പുല്ലൂർ സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ ജോസ് കഴിഞ്ഞ 10-ാം തീയതി രാത്രിയാണ് ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാമിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. തനിക്ക് തോക്ക് നൽകിയത് പ്രതികളായ ജസ്റ്റിനും റീഗനും ചേർന്നാണെന്ന് ജോസ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സ്റ്റേഷൻ റൌഡിയും 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ മാള മേലാംതുരുത്ത് സ്വദേശി കരിയാട്ടി വീട്ടിൽ ജെറിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലാക്കി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാള പോലീസ് സ്റ്റേഷൻ SI ബെന്നി, CPOമാരായ സിജോയ്, കിരൺ എന്നിവർ ഉത്തരവ് നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകി. ചാവക്കാട് കോടതിയുടെ പുതിയ കെട്ടിടം പണി അവസാന ഘട്ടത്തിൽ. ആധുനിക സൗകര്യങ്ങളോടെ 5 നിലകളോടുകൂടിയ പുതിയ കെട്ടിട സമുച്ചയമാണ് ഒരുങ്ങുന്നത്. വൈദ്യുതിവൽക്കരണ ജോലികൾ കൂടി പൂർത്തിയായാൽ കെട്ടിടം തുറന്നു നൽകും. 38 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. NK അക്ബർ MLAയുടെ ശ്രമഫലമായാണ് പുതിയ സമുച്ചയം നിലവിൽ വരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞാൽ ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതി, പോക്സോ കോടതി, മുൻസിഫ് കോടതി, സബ് കോടതി എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. മാളയിൽ ബസ്സിൽ യാത്രക്കാരിയുടെ പണമടങ്ങിയ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ സഹോദരികൾ അറസ്റ്റിൽ. തമിഴ്നാട് ശിവകാശി സ്വദേശികളായ സീന, മഞ്ജു എന്നിവരാണ് പിടിയിലായത്. മാള പറമ്പി റോഡിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന തുമ്പൂർ സ്വദേശിനി കല്ലിക്കര വീട്ടിൽ ലതികയുടെ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SIമാരായ ബെന്നി, ഷാലി, ASI ഷാജിദ, CPO അഖിലേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. സിഗ്നലിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിലായി 2 കാറുകളും പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. പരിക്കേറ്റയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറുകൾക്കും പിക്കപ്പ് വാനിനും കേടുപാടുകൾ സംഭവിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവിനും 60,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി ഇത്തിക്കാട്ട് വീട്ടിൽ വിനോദ് എന്ന ഉണ്ണിമോനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രതിയെ മറ്റൊരു പോക്സോ കേസിൽ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി 73 വർഷം കഠിന തടവിന് ശിക്ഷിച്ചതിനെ തുടർന്ന് ജയിലിൽ കഴിഞ്ഞു വരികയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടൽ ഞായറാഴ്ച. ഈ മാസം 22-നാണ് അശ്വതി കാവ് തീണ്ടൽ, 22-നാണ് ഭരണി ആഘോഷം. ഞായറാഴ്ച അവകാശികൾ ചേർന്ന് കോഴിക്കല്ല് മൂടും. വടക്കേനടയിൽ ദീപസ്തംഭത്തിന് സമീപത്തെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകളാണ് അവകാശികൾ കുഴികുത്തി മൂടുക. ഏങ്ങണ്ടിയൂരിന് ഇനി പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം. ചേറ്റുവ പാലത്തിന് സമീപം പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പിന്റെ സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V മഞ്ജുഷ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇർഷാദ് ചേറ്റുവ, വാർഡ് മെമ്പർ RA സൈഫുള്ള തുടങ്ങിയവർ സംസാരിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വർഗപ്രാപ്തിയുടെ 800-ാം വാർഷികത്തോടനുബന്ധിച്ച് മാർപ്പാപ്പ പ്രഖ്യാപിച്ച പ്രത്യേക ജൂബിലി വർഷത്തിനും പൂർണ്ണ ദണ്ഡവിമോചനത്തിനും തൃശൂർ പൂത്തോളിലെ ഫ്രാൻസിസ്കൻ ആശ്രമ ദേവാലയമായ കാൽവരി ആശ്രമത്തിൽ തുടക്കമായി.
ദേവാലയത്തിൽ സജ്ജമാക്കിയ പ്രത്യേക ജൂബിലി കവാടം വിശ്വാസികൾക്ക് തുറന്നു നൽകി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ദിവ്യബലിയും നടന്നു. അരണാട്ടുകര സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ, കാൽവരി ആശ്രമ സുപ്പീരിയർ ഫാദർ ലോട്ടസ് മാലക്കുടി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധന്റെ തിരുശേഷിപ്പിന്റെ വന്ദനവും നടന്നു. 2027 ജനുവരി 10 വരെയാണ് പൂർണ്ണ ദണ്ഡ വിമോചനം ആചരിക്കുന്നത്. ജൂബിലി വർഷത്തിൽ എല്ലാ 2ാം വെള്ളിയാഴ്ചകളിലും കാൽവരി ആശ്രമ ദേവാലയത്തിൽ വൈകിട്ട് ദിവ്യബലിയും തുടർന്ന് പൂർണ്ണ ദണ്ഡ വിമോചനത്തോടനുബന്ധിച്ചുള്ള വിവിധ ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. 2026-27 മാർപ്പാപ്പ നമുക്കറിയാം തകർന്ന റോഡിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ പെരുവല്ലൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. BJP മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TG പ്രവീൺ അധ്യക്ഷതയായിരുന്നു. AS ശ്രീജ, രാഹുൽ മുല്ലയ്ക്കൽ, സുധീരൻ, സുനിൽ ഊരകം, സന്ധ്യ സുനീഷ്, CV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതും തകർന്ന നിലയിലാണ് റോഡെന്നും ആശുപത്രിയിൽ പോകാൻ പോലും ഓട്ടോറിക്ഷകൾ വരുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഈ സ്കൂളിന്റെ പടിയിലേക്ക് വലിച്ചെടുക്കുന്നതിന്റെ പ്രധാന കാരണം മണലൂർ നിയോജക മണ്ഡലം MLA ശ്രീമാൻ മുരളി പെരുന്നെല്ലി അവർകളാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പെരുവല്ലൂർ പറമ്പന്തുള്ളി റോഡിന്, അതുപോലെ തന്നെ ചിറക്കൽ ക്ഷേത്രം റോഡ്, അയ്യപ്പകുടം ക്ഷേത്രം റോഡിന് വേണ്ടി 3 റോഡുകൾക്ക് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 50 ലക്ഷം രൂപയാണ് മുരളി പെരുന്നെല്ലി അവർകൾ ഈ റോഡ്. ക്ഷേത്രനഗരിയിലെ പൊതുകാനകളിലേക്കും തോടുകളിലേക്കും ശുചിമുറി മാലിന്യമടക്കം ഒഴുക്കിവിടുന്നവർക്കെതിരെ കർശന നടപടിയുമായി ഗുരുവായൂർ നഗരസഭ. ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 17 വീടുകൾക്കും 13 സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കുന്നതിനെ നഗരസഭ നോട്ടീസ് നൽകി. ക്ലീൻ സിറ്റി മാനേജർ KC അശോകന്റെ നിർദ്ദേശപ്രകാരമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. പലയിടങ്ങളിലും PVC പൈപ്പുകൾ വഴി നേരിട്ട് കാനകളിലേക്കും തോടുകളിലേക്കും മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തി. ഇവർ 3 ദിവസത്തിനകം കാനകളിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പുകൾ നീക്കം ചെയ്യണം. പരിശോധന തുടരുമെന്നും തിങ്കളാഴ്ച കാനകളും സംശയാസ്പദമായ സ്ഥലങ്ങളും കുത്തിപ്പൊളിച്ച് പരിശോധന നടത്തുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. എരുമപ്പെട്ടി ആറ്റത്രയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറമൽ അന്തോണി മകൻ 45 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. മുറിയുടെ പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് പിതാവ് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കണിയാമ്പൽ CMS LP സ്കൂളിൽ 38 വർഷമായി പാചക ജോലി ചെയ്തു വരുന്ന MK സരസ്വതിയെ നിയമവിരുദ്ധമായി പുറത്താക്കിയ മാനേജ്മെന്റ് നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ. ഇതിന്റെ ഭാഗമായി ഈ മാസം 21 രാവിലെ 11 സ്കൂളിന് മുൻപിൽ പാചകത്തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. പുതിയ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളിയെ ഒഴിവാക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണിതെന്ന് യൂണിയൻ ആരോപിച്ചു. MK സരസ്വതിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നവരെ സമരം തുടരാനാണ് യൂണിയൻ തീരുമാനമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന വിതരണോദ്ഘാടനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മെഡിക്കൽ കട്ടിലുകൾ, വോക്കർ, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, എയർബഡ് ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് മാള ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തുകളിലേക്ക് നൽകിയത്. വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, റോസ്ലി ഫ്രാൻസിസ്, ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾസൺ കൊടിയൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സെലിൻ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യ സഹായ വിതരണവും ഇതോടൊപ്പം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിനി ദാസൻ, വിനയൻ തോട്ടാപ്പള്ളി, TS അഭിലാഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു.
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി, പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി, ജോയിന്റ് സെക്രട്ടറി EK പാർവതി, CS മനോജ് എന്നിവർ സംസാരിച്ചു. മാള ISTയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PK അബ്ബാസ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഔസേപ്പച്ചൻ ജോസ്, PK രാധാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ഫൊറോന പള്ളി വികാരി ഫാദർ ജോജി പോൾ, ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു, മഹല്ല് പ്രസിഡന്റ് AA അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 1000 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷകൻ ഷബീർ ഏറത്തിന് ആദ്യ തൈ കൈമാറി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ MK അനിൽകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, ജനപ്രതിനിധികളായ ലിജി റോയ്, MG രജീഷ്, ആഷിഖ് വലിയകത്ത്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജിയോ ഫോക്സ് തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി ഗുരുവായൂർ നഗരസഭയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിലെ കിച്ചൺ ബ്ലോക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V അനൂപ്, ഷാനി റജി, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കൗൺസിലർമാരായ ജലീൽ പണിക്കവീട്ടിൽ, ആൻഡോ തോമസ്, റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ EMS സ്മാരക ഹാളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കായാണ് ക്ലാസ് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VM ഹാരിസ്, മണ്ണുത്തി വെറ്റിനറി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപ ജോളി, ഡോക്ടർ ദിവ്യ റാണി തോമസ്, ഡോക്ടർ സ്വാതി കൃഷ്ണ, SC പ്രൊമോട്ടർ അമൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി കിഴുത്താണി സ്വദേശിയായ യുവാവിൽ നിന്ന് 57 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ചാലക്കുളം സ്വദേശി താമരത്ത് വീട്ടിൽ അഖിലാണ് പിടിയിലായത്. സൈബർ പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്, GSI TN അശോകൻ, CPOമാരായ ഷിബു, സുദീപ്, അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,730 രൂപ, പവന് 1,17,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുന്നു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. വെള്ളറക്കാട് കിടപ്പ് രോഗിയായ വയോധികയെ കടിച്ചുകൊന്ന തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആറാട്ടുപുഴ പൂരത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ജില്ലാ ഭരണകൂടം. ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദ ഷേണായിയാണ് മരിച്ചത്. കടപ്പുറം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കടപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഷ്കർ അലി ജലസേചന വകുപ്പ് ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.